ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പൊ ഞാൻ ജിങ്ഷയുടെ കൈ പിടിച്ച് അവളുടെ പേര് കാലിഗ്രാഫിയിൽ എങ്ങനെയാ എഴുതണ്ടെന്ന് കാണിച്ചു കൊടുക്കും. അതിനുശേഷം ഇവന്റെ പേരും കൂടി ഇട്ട് നമ്മുടെ പേര് മാത്രമല്ല നമ്മൾ എപ്പോഴും ഒന്നായിരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ആ പേര് രണ്ടും കൂടി ഒരു ഹാർട്ടിന്റെ ഉള്ളിലാക്കും. അതിനുശേഷം രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത്. ജിങ്ഷിയാണ് ഫസ്റ്റ് എഴുന്നേക്കുന്നത്. അങ്ങനെ കുറച്ചു നേരം ഞാനിനെ നോക്കിക്കിടന്ന് അവന്റെ ഫേസിലേക്ക് ഒന്ന് തലോടും. അപ്പോഴേക്ക് ഞാൻ ജിങ്ഷിയുടെ കയ്യിൽ കയറി പിടിക്കും. ഓ എഴുന്നേറ്റു, ഗുഡ് മോർണിംഗ് ബോയ് ഫ്രണ്ട് എന്ന് ഇങ്ങനെ പറയൂ. അപ്പൊ തന്നെ ഞാനാണെങ്കിലോ അവളെ അടുത്തേക്ക് ചേർത്ത് നിർത്തും. അങ്ങനെ റൊമാൻസും സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ കട്ട് ചെയ്താൽ രണ്ടുപേരും കൂടി പരസ്പരം നോക്കി നിന്ന് ബ്രഷ് ചെയ്യുവാണ്. അതിനുശേഷം ജിങ്ഷിയും ഞാനും ഒരുമിച്ച് തന്നെ റെഡിയാകും. അങ്ങനെ റെഡിയായി നിൽക്കുമ്പോൾ ഞാനാണെങ്കിലും ജിങ്ഷിനെയും പൊക്കിയെടുത്ത് പുറത്തേക്ക് പോകും. അങ്ങനെ സിൻ കട്ട് ചെയ്താല് ലില്ലിനെയും ഈസോയിനെയും കാണിക്കാണ്. നമ്മുടെ റിലേഷൻഷിപ്പ് ഇപ്പൊ പഴയ പോലെ അല്ലല്ലേ നീ ചോദിക്കും. അപ്പൊ തന്നെ ലില്ലി, ശരിയാ നീ പറഞ്ഞത്, പഴയ പോലെയല്ല, ഒരുപാട് മാറ്റങ്ങൾ നമുക്കിടയിൽ വന്നിട്ടുണ്ട്. ഓരോ ദിവസം ഞാൻ തള്ളി നീക്കുന്നത് നിന്നെ വിട്ട് പിരിയേണ്ടി വരുമോ എന്നുള്ള പേടിയിലാന്ന് പറയും. ലില്ലി, ഞാനിപ്പോ പഴയ പോലെയല്ല, എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നീ എന്നെ വിശ്വസിക്കുന്ന പറയും. എനിക്ക് എന്താണ് ആവശ്യമെന്ന് നിങ്ങൾക്കറിയാം, അത് നിങ്ങൾ എനിക്ക് തന്നാൽ മാത്രം മതി എന്ന് പറയും. നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നീ അത് എന്റെ അടുത്ത് പറ, ഞാനത് പൂർത്തീകരിച്ച് തന്നോളാന്ന് പറയും. എനിക്കറിയാം, ഫസ്റ്റ് ഇയർ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോ ജസ്റ്റ് ഒരു ഫണ്ണായിട്ടാണ് എടുത്തത്. പക്ഷെ ഇപ്പൊ നമ്മൾ ലവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസും അധികമായിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തരാനായിട്ട് സാധിക്കുമോ? എന്തായാലും നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ലില്ലി അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഈസോയിനാണെങ്കിലോ ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല. അതേ ടൈം ഓഫീസിൽ കാണിക്കാണ്. യാനിന്റെ അസിസ്റ്റന്റ് ആ ലേഡിയുടെ ഹസ്ബൻഡിന് ക്യാഷ് കൊടുത്ത് ഒതുക്കിയിട്ടില്ലേ, അത് ആരോ അപ്പൊ തന്നെ ഷൂട്ടിങ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം ഇപ്പൊ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലാണെങ്കിലോ ജിൻഷിയുടെ കമ്പനി കൂടാണ്ട് നമ്മുടെ യാനിന്റെ പേരും കൂടി അഫക്റ്റ് ആവുന്നുണ്ട്. ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ്സ് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇതെല്ലാം ചെയ്തത് മിസ്റ്റർ ചെന്നാണ്. ഇപ്പൊ തന്നെ യുവാൻ ഈ ന്യൂസ് എല്ലാം കണ്ടിട്ട് നിനക്ക് എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട, ഗോ മെഡിക്കൽസ് വാങ്ങാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. അപ്പോ മിസ്റ്റർ യാൻ എന്ത് ഓഫർ ആയിരിക്കും അതിന് കൊടുക്കാൻ പോകുന്നത്, ആ ഓഫർ എനിക്കറിയണമെന്നറിയും. പക്ഷെ ഇതിൽ യുവാന് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ തന്നെ എഴുന്നേറ്റ് പോകും. ആക്ച്വലി ഈ ഒരു പ്രോബ്ലം ഉണ്ടാക്കിയത് ഇവര് രണ്ടുപേരും കൂടിയിട്ട് തന്നെയാണ്. എന്നാലും ഇതിപ്പോ ഒന്ന് ആളി കത്തിക്കണം. അതുകൊണ്ട് തന്നെ യുവാന്റെ കൂടെ നടക്കുന്ന ആ ഒരാളുണ്ടല്ലോ, ഈ ഒരു കാര്യം ഗ്രാൻഡ് പേയുടെ അടുത്ത് പറയാന്ന് ഒരു ഐഡിയ ഒക്കെ കൊടുക്കും. അതേ ടൈം ഞാനാണെങ്കിലോ ഇതൊരു ട്രാപ്പാണെന്ന് മനസ്സിലാക്കും. ഇത് നമുക്ക് വേണ്ടി വെച്ച ട്രാപ്പാണ്, കറക്റ്റ് ആയിട്ട് നമ്മൾ ചെന്ന് വീണു എന്നറിയും. എന്നാലും അതാരായിരിക്കും? ഇത് കാരണം ഷിങ്ചന്റെ പേരും പോയി ഡാങ്യാനും ഇൻവോൾവ് ആയിട്ടുണ്ട്. മിക്കവാറും ഡാങ്യാന്റെ സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ ഇടിയാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് പറയും. അപ്പോ ഇത് കാരണം ആർക്കാണോ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക അയാളായിരിക്കും ഇതിന്റെ പിന്നിലെന്ന് ഞാനും പറയും. ഇത് കേൾക്കുമ്പോ ജിങ്ഷിയും വല്ലാണ്ട് സങ്കടത്തിലിരിക്കും. അപ്പൊ തന്നെ ഞാൻ കൈ പിടിച്ച്, ജിങ്ഷി നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, എന്ത് പ്രോബ്ലം വന്നാലും ഒരുമിച്ച് നേരിടാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ടൈമിന് അസിസ്റ്റന്റ് അകത്തേക്ക് കയറി വരും. നിങ്ങളുടെ ഗ്രാൻഡ് പേ ഉൾപ്പെടെ ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ബോർഡ് മീറ്റിംഗില് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാന്നറിയും. അപ്പൊ തന്നെ ജിങ്ഷി, ഞാൻ കാരണമാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം സംഭവിച്ചത്, അതുകൊണ്ട് തന്നെ ഞാനും കൂടി ബോർഡ് മീറ്റിങ്ങിന് വരാന്ന് പറയും. വേണ്ട, നീ എന്തായാലും ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്ക്, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ജിങ്ഷിക്കാണെങ്കിലോ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ തന്നെ ഈ ജോയിന്റെ അടുത്തും ലില്ലിയുടെ അടുത്തും ഞാൻ എന്തായാലും ആ ലേഡീനെ ഒന്ന് ചെന്ന് കാണാം, നിങ്ങൾ എന്റെ കൂടെ വരണ്ട, ചിലപ്പോ നിങ്ങളെ കണ്ടു കഴിഞ്ഞാല് നെർവസ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് പറയും. അതേ ടൈം ബോർഡ് മീറ്റിംഗിലാണ് കാണിക്കുന്നത്. മറ്റുള്ള ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും കൂടി യാനിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ഗ്രാൻഡ് പേയും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, എന്തായാലും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു, അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തണം, എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയുന്നു പറയും. അപ്പൊ തന്നെ ഞാനും, എനിക്കൊരു 3 ദിവസം വേണം, 3 ദിവസത്തിനുള്ളിൽ ഇതിനൊരു സൊല്യൂഷൻ ഞാൻ കണ്ടെത്തും, അതുമല്ലാണ്ട് സ്റ്റോക്ക് മാർക്കറ്റും സ്റ്റേബിൾ ആക്കുമെന്ന് പറയും. ആ ഓക്കെ, 3 ദിവസം ഞാൻ നിനക്ക് ടൈം തരുന്നുണ്ട്. ഈ ഒരു 3 ഡേയ്സിനുള്ളിൽ ഇതിനൊരു സൊല്യൂഷൻ നീ കണ്ടെത്തിയില്ലെങ്കിൽ ഇതിന്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നിന്റെ തലയിൽ തന്നെ ആയിരിക്കും, എല്ലാം നീ തന്നെ ഏറ്റെടുക്കേണ്ടി വരുമെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ എഴുന്നേറ്റ്, ദേ മീറ്റിംഗ് ഇവിടെ കഴിഞ്ഞു, എല്ലാവർക്കും പിരിഞ്ഞു പോവാന്നും പറഞ്ഞിട്ട് യാനെ നോക്കി, എനിക്ക് നിന്റെ അടുത്തൊന്ന് സംസാരിക്കണം, എന്റെ കൂടെ വരാനായിട്ട് പറയും. അതേ ടൈം സിഡ്നി നേരെ യുവാനെ കാണാനായിട്ട് ചെല്ലും. ഇപ്പോ നടന്ന വിഷയത്തില് നിങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം, എന്തായാലും ഈ തവണത്തേക്ക് യാനിനെ ഒന്ന് വെറുതെ വിട്ടൂടെ എന്ന് ചോദിക്കും.
അല്ല സിഡ്നി, എന്റെ ഹാർട്ട്ലെസ് ബ്രദറിന് വേണ്ടിയിട്ട് നീ ഇങ്ങനെ വന്ന് സംസാരിക്കേണ്ട ആവശ്യം വല്ലതുണ്ടോ? അവനാണെങ്കിൽ നിന്നെ മൈൻഡ് ചെയ്യാണ്ട് ജിങ്ഷയുടെ പുറകെ അല്ലേ ഇതിങ്ങനെ ചോദിക്കും. അതൊന്നും എനിക്ക് കുഴപ്പമില്ല, അതൊക്കെ അവന്റെ ഇഷ്ടമല്ലേന്ന് ഇങ്ങനെ പറയും. അപ്പൊ തന്നെ യുവാനും, എന്തായാലും ഞാൻ എന്റെ കാര്യത്തില് നിനക്കൊരു ചാൻസും കൂടി ഉണ്ട്. നിന്റെ ബിസിനസ്സും നല്ല രീതിയിൽ പോകുന്നുണ്ട്. ബേ പ്രൊജക്ടിന്റെ ഫേസ് 2 അടിപൊളിയായിട്ട് റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേ ടൈം ഷിങ്ചൻ ആണെങ്കിലോ അവന് പ്രോബ്ലത്തിന് മേലെ പ്രോബ്ലം കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോ എപ്പോഴും ബെസ്റ്റ് ചോയ്സ് നീ തന്നെയാന്ന് പറയും. അതേ ടൈം ഞാനും ഗ്രാൻഡ് പേയും കൂടി സംസാരിച്ചോണ്ടിരിക്കുകയാണ്. എന്താണ്, നീ ഇല്ലാണ്ട് അവർക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അറിയില്ലേന്ന് എന്നെ ചോദിക്കും. ആക്ച്വലി ഗ്രാൻഡ് പാ, ഈ ഒരു പ്രോബ്ലം ഉണ്ടാവാനായിട്ടുള്ള കാരണം തന്നെ ഞാനാണ്. എന്തായാലും ഈ ഒരു പ്രോബ്ലം ഷിങ്ചൻ എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യുമെന്ന് അറിയും. ആ, എന്തായാലും 3 ദിവസമല്ലേ, അപ്പോ കാണാന്ന് പറഞ്ഞ് ഗ്രാൻഡ് പേ നിൽക്കും. അതേ ടൈം ജിൻഷി നേരെ ആ ലേഡീനെ കാണാനായിട്ട് ചെല്ലും. ഒരു ഫയൽ എടുത്തു കൊടുത്ത്, നിങ്ങൾക്ക് വീണ്ടും സർജറി ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ സർജറി ചെയ്ത് കഴിഞ്ഞാല് ഞങ്ങളുടെ പ്രോഡക്റ്റിന് ഒരു പ്രോബ്ലം ഇല്ലാന്ന് പ്രൂവ് ആകും. അതേപോലെ നിങ്ങളും ഓക്കെ ആവും പറയും. ഇത് കേൾക്കുമ്പോൾ ആ ലേഡിക്ക് ഹാപ്പി ആകും. സത്യമായിട്ടും എനിക്ക് വീണ്ടും സർജറി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. നിങ്ങളുടെ ചുറ്റുമുള്ള റിലേറ്റീവ്സിനെ പോലെയല്ല, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്കൊരു പ്രോബ്ലം ഇല്ല, എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാന്ന് പറയും. വീണ്ടും സർജറി ചെയ്യാനായിട്ട് ഇവർക്ക് സമ്മതമാണ്. പക്ഷേ ഇവരുടെ ഹസ്ബൻഡ് അതിനെ സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ വല്ലാണ്ട് ടെൻഷൻ ആയിട്ടിരിക്കും. അപ്പൊ തന്നെ ജിങ്ഷിയും, എന്തായാലും ഞാൻ സത്യം തുറന്നു പറയാം, ഇങ്ങനെ തന്നെ വിട്ട് കഴിഞ്ഞാല്, ഈ ഒരു സർജറി ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാല് നിങ്ങൾക്ക് പിന്നെ നടക്കാനായിട്ട് സാധിക്കില്ല. മുഴുവനായിട്ടും പാരലൈസ്ഡ് ആകും. നിങ്ങൾക്കും ഒരു മോളുള്ളതല്ലേ, ഈ മോള നിങ്ങളുടെ ഹസ്ബൻഡ് നോക്കുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇവരും ഏകദേശം ഓക്കെ പറയാനായിട്ട് നിൽക്കുമ്പോഴേക്കും അവരുടെ ഹസ്ബൻഡ് വരുന്ന സൗണ്ട് കേൾക്കും. അയ്യോ മോളെ, പോയിക്കോ, അയാൾ വരുന്നുണ്ട്, പ്രോബ്ലം ഒന്നും പറഞ്ഞ് ജിങ്ഷിനെ പറഞ്ഞയക്കും. അങ്ങനെ ജിങ്ഷി എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കും. അതേ ടൈം ഞാനെന്നെ കാണാനായിട്ട് സിഡ്നി വരും. ഞങ്ങളുടെ ബേ പ്രോജക്ടിന്റെ ഫേസ് 2 ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിന് ഈ ഒരു പോസിറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാല് നമുക്ക് അത്രയും നല്ലതല്ലേ. ഇന്നാ ഇതിന്റെ റിപ്പോർട്ടൊന്നും പറഞ്ഞ് ഞാൻ എന്റെ നേരെ നീട്ടും. പക്ഷെ ഞാനാണെങ്കിലോ ഇത് വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല. എനിക്കറിയാം, പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഈ ഒരു കാര്യം മാത്രമേ നിനക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ജംഗ്ഷനുമായിട്ടുള്ള എല്ലാം നീ കട്ട് ചെയ്യണമെന്ന് അറിയും. ഇത് കേൾക്കുമ്പോ തന്നെ ഞാൻ, എന്താ നിന്നെ യുവാനാണോ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്? ഇങ്ങനെ പറയാനായിട്ട് യുവാനാണോ പറഞ്ഞതെന്ന് ചോദിക്കും. ആര് പറഞ്ഞു തന്നു എന്നതിലല്ല ഇവിടെ കാര്യം എന്ന് അറിയും. അപ്പൊ തന്നെ ഞാനും, സിഡ്നി, പെട്ടെന്ന് ആ ലേഡിയുടെ ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് തന്നെ അറിയാലോ. ഞാൻ ഓൾറെഡി നിനക്കൊരു വാർണിംഗ് തന്നിട്ടുള്ളതാണ്. എന്താ നീ ഞാൻ പറഞ്ഞ കേൾക്കില്ലേ? വീണ്ടും വീണ്ടും എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഞാൻ അതിനൊന്നും ചെയ്തിട്ടില്ല, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനല്ലേ ഞാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രോബ്ലം നടക്കാനായിട്ടുള്ള കാരണം പോലെ ജിൻഷിയാണ്. എന്നിട്ട് നീ അവളെ ബ്ലെയിം ചെയ്യാണ്ട് എന്നെ ബ്ലെയിം ചെയ്യുവാണോ? ഇത്രയും പ്രോബ്ലം ഉണ്ടാക്കിയിട്ടും നീ അവളെ ഇപ്പോഴും പ്രൊട്ടക്ട് ചെയ്തോണ്ടിരിക്കുവാന്ന് പറയും. ദേ നോക്ക് സിഡ്നി, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ജിൻഷി വേറൊരാളല്ല. ഇപ്പൊ ഞങ്ങള് റിലേഷൻഷിപ്പിലാണ്. എന്തായാലും ഗുവാനിലുള്ള എന്റെ ഷെയർസ് എല്ലാം നിനക്ക് തന്നേക്കാന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ സിഡ്നിയുടെ കണ്ണൊക്കെ നിറയും. അങ്ങനെ റിപ്പോർട്ടും എടുത്ത് അവിടെ നിന്ന് പോകും. അതേ ടൈം ജിൻഷിയുടെ ഓഫീസിൽ എല്ലാവർക്കും വേണ്ടി നമ്മുടെ സിസോ ലഞ്ചൊക്കെ വാങ്ങിക്കൊണ്ടുവരും. പുതിയതായിട്ട് വന്ന പെൺകുട്ടി ഉണ്ടല്ലോ നീന, അവൾക്ക് സിസോന്റെ മേത്ത് ചെറിയൊരു കണ്ണൊക്കെ ഉണ്ട്. പക്ഷേ സിസോ ഇപ്പോഴും ലില്ലിക്ക് റൂട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. നൈസായിട്ട് പോയിട്ട് ലില്ലിയുടെ ടേബിളിലേക്ക് ഫുഡ് എടുത്ത് വെക്കും. അപ്പൊ തന്നെ ലില്ലിയും, സിസോ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ നീ ടൈം വേസ്റ്റ് ചെയ്യരുതെന്ന്, അപ്പൊ നീ ഇങ്ങനെയൊന്നും ചെയ്യണ്ടെന്ന് പറയും. എനിക്കിതൊന്നും ടൈം വേസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല ലില്ലി. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഒരുമിച്ചാണ് ഈ ഒരു കമ്പനി റൂഫ് ടോപ്പിൽ നിന്ന് ഗ്രോ ചെയ്യിപ്പിച്ചുകൊണ്ട് വന്നത്. നിന്നെ കണ്ടതിന് ശേഷം എന്റെ ഉള്ളിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഗ്രോ ആയിട്ടുണ്ട്. നീ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് മെച്യൂരിറ്റിയും എനിക്കിപ്പോ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു സങ്കടവും നിനക്ക് തരില്ല. നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാന്ന് പറഞ്ഞ് സിസു അവിടെ നിന്ന് പോകും. അതേ ടൈം സുഷിയാണെങ്കിലോ നേരെ ഈച്ചന്റെ അടുത്തേക്ക് ചെല്ലും. ഈച്ച, നീ ന്യൂസൊക്കെ കണ്ടോന്ന് ഇങ്ങനെ ചോദിക്കും. ആ, ഞാൻ കണ്ടു. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ജിങ്ഷിയുടെ വർക്ക് ഹൈ ക്വാളിറ്റി ആണ്. അതുമല്ലാണ്ട് ക്ലിനിക്കൽ ടെസ്റ്റും കഴിഞ്ഞു. അതിന്റെ റിപ്പോർട്ടും ഇപ്പൊ വന്നു കഴിഞ്ഞു എന്നറിയും. എന്തായാലും ആ റിപ്പോർട്ട് നീ എനിക്ക് സെൻഡ് ചെയ്തോ. എന്റെ ഓഫീസിലും ഞാനിത് കൊടുക്കാം. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അതും ചെയ്യാലോ എന്നും പറഞ്ഞു നിൽക്കും. അതേ ടൈം ബാറിൽ ലിങ്ങിനെ കാണിക്കാണ്. നാൻസിയുടെ ലൈവാണ് പുള്ളിക്കാരൻ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാൻസി ആണെങ്കിലോ ലൈവില് മൊത്തം നമ്മുടെ ജിങ്ഷിയുടെ കമ്പനീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരുപാട് പേര് വന്ന് കമന്റ്സ് ഒക്കെ ചെയ്ത് ഇവളിങ്ങനെ സ്കാമർ കമ്പനിക്ക് സപ്പോർട്ട് ചെയ്യുവാണ്, ഇവളെ എല്ലാവരും അൺഫോളോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സ് ഒക്കെ വരും. ഇത് കാണുമ്പോൾ നാൻസിക്കും ഭ്രാന്ത് കയറി ലൈവ് ഒക്കെ കട്ട് ചെയ്ത് കമന്റ്സ് മാത്രം എടുത്തു നോക്കും. അതിലും ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ ഭയങ്കര അപ്സെറ്റ് ആയിട്ട് പുള്ളിക്കാരി ഇങ്ങനെ കിടക്കും. ആ ടൈമിന് ലിങ്ങിന്റെ അടുത്ത് നിന്നും മെസ്സേജ് വരും. ഞാനും ലൈവ് കണ്ടു, ഒരുപാട് ബാഡ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, നമ്മുടെ കാര്യം നമുക്കറിയാലോ എന്നും പറഞ്ഞ് ലിങ് ഇവളെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് മെസ്സേജസ് ഒക്കെ അയച്ചോണ്ടിരിക്കും.
പക്ഷെ ഇപ്പോഴും നാൻസിക്ക് സങ്കടം മാറിയിട്ടില്ല, ഭയങ്കര അപ്സെറ്റ് ആയിട്ട് ഇരിക്കുവാണ്. പിന്നെ അങ്ങനെ തന്നെ ഓക്കെ എന്ന് പറഞ്ഞ് തിരിച്ചൊരു റിപ്ലൈ അടക്കും. എന്താണിത്, ഇവളിപ്പോഴും ഓക്കെ ആയിട്ടില്ലല്ലോ, ഇവളെ ഇനി ഞാൻ എങ്ങനെ സമാധാനിപ്പിക്കുമെന്നും പറഞ്ഞ് ആലോചിച്ച് വീണ്ടും നാൻസിക്ക് മെസ്സേജ് അയക്കും. എന്റെ അമ്മയുണ്ടല്ലോ, നിനക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സൂപ്പ് തയ്യാറാക്കുന്നുണ്ട്, നീ എപ്പോഴാ വീട്ടിലേക്ക് വരുന്നേന്ന് ഞാൻ ചോദിക്കും. കുറച്ചു ദിവസം കഴിഞ്ഞാലേ ഞാൻ വരുള്ളൂ എന്നും പറഞ്ഞ് റിപ്ലൈ അയക്കും. ആ ടൈമിനാണ് പൂച്ചക്കുട്ടിയുടെ സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ തന്നെ നാൻസി ഓടി പുറത്തേക്ക് എത്തും. ഇപ്പോ ജിൻഷി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ നാൻസി ഓടിച്ചെന്ന് ജിൻഷിയുടെ കൈ പിടിക്കും. നീ ഓക്കെ അല്ലേടി, എല്ലാ പ്രോബ്ലവും നമുക്ക് ഒരുമിച്ച് സോൾവ് ചെയ്യാന്ന് പറയും. ആടി ഞാൻ ഓക്കെയാണ്, ഇപ്പൊ എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണമെന്നും പറഞ്ഞ് അവളുടെ റൂമിലേക്ക് ചെന്നിരിക്കും. ആ ടൈമിന് നമ്മുടെ യാനിന്റെ അടുത്ത് നിന്നും കോള് വരും. കോൾ എടുത്ത ഉടനെ തന്നെ നീ ഓക്കെ അല്ലേ ഇങ്ങനെ ചോദിക്കും. ആ ഞാൻ ഓക്കെയാണ്, നീ ഓക്കെ അല്ലേ? ആ ഞാൻ ഓക്കെയാണ്. ആ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു, ആ ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്നും പറഞ്ഞ് രണ്ടുപേരും ഒരേ കാര്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം ജിൻഷിക്ക് ചിരി വരും. ഈ ഒരു അവസ്ഥയിലും എന്നെ ഇങ്ങനെ ചിരിപ്പിക്കാനായിട്ട് നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്നറിയും. ജിൻഷി നീ എനിക്കിപ്പോ ഒരു പ്രോമിസ് തന്നെ, ഞാനില്ലാത്ത ടൈമിലും നീ നിന്നെ നല്ല രീതിക്ക് കെയർ ചെയ്യണമെന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ് ജിൻഷിയും അങ്ങനെ കോള് കട്ട് ചെയ്യും. എന്നാലും ജിൻഷി കുറച്ച് സങ്കടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെയാണെങ്കിലും ഓൾറെഡി ആ ഹസ്ബൻഡുമായിട്ട് ആ ലേഡി സംസാരിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ക്യാഷ് ഒന്നും വേണ്ട, ആരുടെ കയ്യിൽ നിന്നാണോ ആ ക്യാഷ് വാങ്ങിയത് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കെന്ന് പറയും. ഞാൻ മിസ്റ്റർ ചെന്നിന്റെ കയ്യിൽ നിന്നാണ് ആ ക്യാഷ് വാങ്ങിയത്, അതുമല്ലാണ്ട് ആ ക്യാഷ് മൊത്തം ചെലവായി പോയി, ഇനി നമ്മൾ അത് എങ്ങനെ തിരിച്ചു കൊടുക്കുമെന്നൊക്കെ ഇവരെ ഉള്ള സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണെങ്കിലോ ജിൻഷിയും ഷൂട്ട് ചെയ്തെടുക്കും. അതേ ടൈം ഞാനെന്റെ അടുത്തേക്ക് ആ ലേഡീനെയും ആ ലേഡിയുടെ ഹസ്ബൻഡിനെയും പറ്റിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അസിസ്റ്റന്റ് കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ ഞാനും അത് നോക്കിയിട്ട് ഉടനെ തന്നെ ആ ലേഡിയുടെ വീട്ടിലേക്ക് ഇറങ്ങും. അതേ ടൈം ജിൻഷി ഇവര് സംസാരിക്കുന്നതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ. അതിനിടയിൽ ആ ലേഡി ആണെങ്കിലോ, എന്തായാലും ആ കുട്ടിയുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് കാരണമല്ല എനിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കും. ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാ മതി എന്നും പറഞ്ഞ് അയാളാണെങ്കിലോ ആ ലേഡിനെ തള്ളി ബെഡിലേക്ക് ഇടും. ഇത് കാണുമ്പോ തന്നെ ജിൻഷി അകത്തേക്ക് കയറി വരും. ഇനി ഒരു പ്രാവശ്യം കൂടി ആ ലേഡിയുടെ മേത്ത് നിങ്ങൾ കൈവച്ച ഇപ്പൊ ഇവിടെ പോലീസ് വരും, ഞാനിപ്പോ തന്നെ പോലീസിനെ വിളിക്കുമെന്നും പറഞ്ഞ് വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓഹോ, അപ്പോ നീയാണല്ലേ ഇവൾക്ക് ഈ അഡ്രസ് ഒക്കെ പറഞ്ഞു കൊടുത്തേന്നും പറഞ്ഞ് ആ പെണ്ണിനെയും കുത്തിനെ പിടിച്ച് ഫോൺ ഇങ്ങോട്ടേക്ക് താ എന്നും പറഞ്ഞ് ജിൻഷിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ തന്നെ ആ ലേഡി അയാളെ പിടിച്ചു വെച്ചു മോളെ ഓടി രക്ഷപ്പെട്ടോന്നറിയും. അങ്ങനെ തന്നെ ജിൻഷിയും അവിടെ നിന്ന് ഓടും. അയാളും അങ്ങനെ ഒരു കല്ലൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് ജിൻഷിനെ എറിഞ്ഞാണെങ്കിൽ ഇടൂന്നും പറഞ്ഞ് ജിൻഷിയുടെ പുറകെ ഓടി വരുവാണ്. ആ ടൈമിന് കറക്റ്റ് ആയിട്ട് ഞാനും അങ്ങോട്ടേക്ക് എത്തും. ജിൻഷി ആണെങ്കിൽ ഓടി യാനിന്റെ അടുത്തേക്കാണ് വരുന്നത്. പുറകെ വരുന്ന ആ ലേഡിയുടെ ഹസ്ബൻഡിനെയും അവിടെയുള്ള ആളുകളൊക്കെ പിടിച്ചു നിർത്തും. ദേ എവിഡൻസ് കിട്ടി, നമ്മുടെ പ്രോബ്ലം എല്ലാം തീർന്നു, അവരെല്ലാം സമ്മതിക്കുന്ന വീഡിയോ എന്റെ കയ്യിലുണ്ടെന്ന് പറയും. അപ്പൊ തന്നെ ഞാൻ ജിൻഷൻ ഹഗ് ചെയ്തിട്ട് നീ ഇങ്ങനെ റിസ്ക് ആയിട്ടുള്ള ഒരു പരിപാടിയും ചെയ്യരുതെന്നും പറഞ്ഞ് ഭയങ്കര ഇമോഷണൽ ആകും. അങ്ങനെ ഇപ്പൊ കട്ട് ചെയ്താല് ജിൻഷി ഇപ്പോ ഓഫീസിലാണ് ഉള്ളത്. എവിഡൻസ് എല്ലാം കിട്ടി, ഇവരുടെ പേരിലുള്ള കുറ്റം എല്ലാം മാറിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ആ ലേഡിയാണ് ഹെൽപ്പ് ചെയ്തത്. ഇനി ഒരു ദിവസം എല്ലാവർക്കും കൂടി ആ ലേഡീനെ കാണാനായിട്ട് പോണം. അതുമല്ലാണ്ട് സെക്കൻഡ് സർജറിക്കുള്ള ഡേറ്റും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. ജിൻഷി നിങ്ങൾ എന്തായാലും വലിയൊരു റിസ്ക് ആണ് എടുത്തത്, ഇത്രയും റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ റിസ്ക് എടുത്താലും ഞാൻ അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുമല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷം. എന്തായാലും ആ കുറ്റം ചെയ്ത ആളെ ഉണ്ടല്ലോ നല്ല ഇടി ഇടിക്കണമെന്ന് പറയും. അപ്പൊ തന്നെ ജിൻഷിക്ക് വല്ലാത്ത നാണമൊക്കെ വരും. അതേ ടൈം സിസോയാണെങ്കിലോ എന്തായാലും നമ്മുടെ പ്രോബ്ലംസ് എല്ലാം തീർന്നു, അപ്പോ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ടീം ഡിന്നറിന് പോവാന്ന് പറയും. അയ്യോ എനിക്കിന്ന് പറ്റില്ല, എനിക്കിന്നൊരു ഡേറ്റ് ഉണ്ടെന്ന് ജിൻഷി ഭയങ്കരമായിട്ട് നാണിച്ചൊക്കെ പറയും. അപ്പൊ തന്നെ ലില്ലി ഓക്കെ ഇന്നെന്തായാലും നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങള് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, രണ്ടുപേരും സമാധാനത്തോടു കൂടി ഒരു ഡേറ്റിനൊക്കെ പോയിക്കോന്നും പറഞ്ഞ് ജിൻഷിനെ പറഞ്ഞേക്കും. അതിനുശേഷം ലില്ലി ആണെങ്കിലോ ഈസോയിന്റെ അടുത്ത് നിന്നും മെസ്സേജ് വന്നിട്ടുണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കും. പക്ഷെ ഒരു മെസ്സേജും വന്നിട്ടില്ല. ലില്ലിക്ക് ആകെ സങ്കടമാകും. അതേ ടൈം സിസോന പുതിയൊരു പെൺകുട്ടി വന്നിട്ടുണ്ടല്ലോ നീന, അവള് വിളിച്ചു വരുത്തി ഓരോ ഡൗട്ടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. ഏകദേശം കുറച്ച് കഴിയുമ്പോൾ ഇവര് സെറ്റ് ആകുമെന്ന് തോന്നുന്നുണ്ട്. അതേ ടൈം ഞാനിനെ കാണിക്കാണ്. ബോർഡ് മീറ്റിംഗില് എല്ലാവരെയും വിളിച്ചു വരുത്തി ജിൻഷി ഷൂട്ട് ചെയ്ത ആ ഒരു വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കും. ഇപ്പോ എവിഡൻസ് എല്ലാം കിട്ടിയില്ലേ, ഇനി അധികം വൈകാണ്ട് സ്റ്റോക്കും ഞാൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.